ദിവസവും വെയിൽ കൊണ്ട് മുഖം ടാനായിരിക്കുകയാണോ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ. സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് എന്താണോ അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് സ്ഥിരമായി നിൽക്കൂ. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാതെ ഇരിക്കാനായിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കല്യാണം അടുത്തിരിക്കുന്ന കുട്ടികളാണോ? നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മാജിക് ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ഓറഞ്ചും എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ക്യാരറ്റ് ധാരാളമായി ബീറ്റാ കരോട്ടിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഡാമേജ് ആയ സ്കിന്നെല്ലാം മാറ്റി പുതിയ സ്കിൻ ജനറേറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓറഞ്ചിലുള്ള വിറ്റാമിൻ സി ആകട്ടെ ചർമ്മത്തെ പെട്ടെന്ന് ബ്രൈറ്റ്നസ് നൽകാനും സഹായിക്കുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഇത് രാവിലെ തന്നെ കുടിക്കാൻ ശ്രമിക്കണേ. രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതിന് മധുരത്തിനായിട്ട് ഓരോ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഡേറ്റ്സ് ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ, അതുകൊണ്ട് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നല്ല ചില്ലായിട്ട് കഴിക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ കുറച്ചും കൂടി കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് സാധനം കൂടി ഇതിൽ ചേർത്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഇതാണ് കേട്ടോ അത് ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ബദാം പിസ്റ്റൽസ് ആണ്. ഇതുകൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ആ സംഭവം. ഇത് ഇത്രയും കുറച്ച് മാത്രം എടുത്താൽ മതി. നമുക്ക് 8 മണിക്കൂറെങ്കിലും ഇത് മിനിമം സോക്ക് ചെയ്താൽ വെക്കണം. ഇത്രയും വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. രാത്രി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇതേ കണ്ടോ, ഇതുപോലെ നമുക്ക് ആയി കിട്ടും. ഇത് ഐസും കട്ടയൊന്നും അല്ല, ബദാം പിസ്റ്റൽസ് ആണ്. ഇത് തന്നെ കഴിക്കാൻ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഷെയ്ക്കൊക്കെ കുടിക്കുന്നൊരു ടേസ്റ്റ് കിട്ടും. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ 1 സ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആവാതെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊന്നും കൂടി ഹെൽത്തി ആക്കാനായിട്ട് നമ്മൾ ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. ചിയാ സീഡ് ഇതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ കാലത്തേക്ക് നമുക്ക് സെറ്റായിട്ട് കിട്ടും. മിനിമം 2 മണിക്കൂറെങ്കിലും ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ കഴിക്കാനായിട്ട് പറ്റും ഒരാൾക്ക്. ഇതിപ്പോൾ ഞാൻ 2 സ്പൂൺ മാത്രമാണ് എടുത്ത് ചേർത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കഴിക്കാം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല യമ്മി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറിക്കിട്ടും കേട്ടോ. ക്യാരറ്റ് മാത്രം നമ്മൾ അടിച്ചു കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിന് എത്ര ഗുണം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതിൻ്റെ കൂടെ ഇതൊക്കെ കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതൊരു ഉത്തരമാണ് കേട്ടോ. നല്ല സൂപ്പർ മാജിക്കൽ ഡ്രിങ്ക് തന്നെയാണിത്. ഇതൊന്ന് ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ശരി എന്നാൽ.